എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. അപ്പം നമ്മുടെ 2026 ഫസ്റ്റ് വീഡിയോ ആണ്. ഫസ്റ്റ് വീഡിയോ എന്ന് പറഞ്ഞാൽ എൻ്റെ ഇന്നത്തെ ഫസ്റ്റ് വീഡിയോ. അപ്പം 2026 സ്റ്റാർട്ടായി. എല്ലാ നന്മകളും ഉണ്ടാവട്ടെ, എല്ലാവർക്കും പ്രാർത്ഥിച്ചുകൊണ്ട് നല്ലൊരു ദിവസം ആരംഭിക്കാം. എല്ലാവർക്കും, എനിക്കും എൻ്റെ കുടുംബത്തിനും നിങ്ങൾക്കും എല്ലാവർക്കും നല്ലൊരു വർഷമാവട്ടെ എന്ന് ആശംസിക്കുന്നു. 2025 നമുക്ക് വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ പോയി കേട്ടോ. കുഴപ്പങ്ങളൊന്നും ഇല്ലായിരുന്നു, എന്നാൽ വലിയ സന്തോഷിക്കാനായിട്ടുള്ളതൊന്നും ഇല്ല. രാവിലെ തന്നെ ഞാൻ അടുക്കളയിലോട്ട് കയറിയിട്ടുണ്ട് കേട്ടോ. രാവിലെ അടുക്കള കയറി കുറച്ച് നേരമായി, ചായയൊക്കെ ഉണ്ടാക്കി. ഇനിയിപ്പോൾ നമുക്ക് ഈ അടുക്കളയിൽ കുറച്ച് പണിയൊക്കെ ഒതുക്കിയിട്ട് വേണം അമ്പലത്തിൽ പോകാനായിട്ട്. അങ്ങനെ രാവിലെ തന്നെ ഞാൻ വന്ന് ചായയൊക്കെ ഇട്ട് കേട്ടോ. ചായ അത് കഴിഞ്ഞ് നമ്മുടെ കുടിക്കാനുള്ള വെള്ളമൊക്കെ തിളപ്പിക്കാനായിട്ട് വെച്ചേ. പിന്നെ മുട്ട പുഴുങ്ങി വെച്ചു. തീ ഇപ്പോൾ ഓഫ് ചെയ്ത് അപ്പം മുട്ടക്കറിയും ചപ്പാത്തിയും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ ഓർത്തു രാവിലെ വെള്ളമൊക്കെ കുടിക്കാനുള്ളതൊക്കെ തിളപ്പിക്കാൻ വെച്ചു, മുട്ട പുഴുങ്ങി വെച്ചു. ഇനിയിപ്പം മുട്ടയൊന്ന് കറിയാക്കി എടുക്കണം, പെട്ടെന്നൊന്ന് കറി എടുക്കണം, പിന്നെ ചപ്പാത്തി ഉണ്ടാക്കി വെച്ചിട്ട് വേണം കുളിയൊക്കെ കഴിഞ്ഞ് അമ്പലത്തിൽ പോകാൻ. രാവിലെ കുളിക്കാൻ എന്താണെന്നറിയാമോ, ഭയങ്കര തണുപ്പാണ് കേട്ടോ. അത് കാരണം ഇനിയിപ്പോൾ വെള്ളം ചൂടാക്കാനൊക്കെ വെച്ചിട്ട് ചൂടാക്കി വേണം കുളിക്കാൻ. അതിന് മുമ്പെല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് നേരെ അമ്പലത്തിലോട്ട് പോകണം. ഞാൻ ചായ ഒന്ന് ഇവിടെ ഇരുന്ന് ഒരു 2 മിനിറ്റ് കുടിച്ചിട്ട് എഴുന്നേക്കാമെന്ന് വിചാരിച്ചു. അധികം നേരം ഇരിക്കാൻ സമയമില്ല. നേരം വെളുത്തിട്ടില്ല കേട്ടോ. ഇപ്പോൾ 6:30 കഴിഞ്ഞു, പക്ഷെ നേരം വെളുത്തിട്ടില്ല. ഇരുട്ടായി ഇപ്പോഴും പുറത്ത്. തണുപ്പെന്ന് പറയാൻ ഭയങ്കര എല്ലാ വർഷത്തെയും പോലുള്ള ഭയങ്കര തണുപ്പില്ല, എന്നാലും തണുപ്പുണ്ട്. അപ്പോൾ പണിയൊക്കെ തുടങ്ങട്ടെ, ചായ കുടിച്ചിട്ടേ. അപ്പോൾ നമ്മൾ മുട്ടക്കറി വെക്കാനായിട്ട് ഞാൻ ഉള്ളി ചോപ്പറിനകത്തോട്ടിട്ട് അരിഞ്ഞെടുത്ത് പെട്ടെന്ന് കേട്ടോ. പിന്നെ അതിൻ്റെ മുകളിലോട്ട് ഇച്ചിരി വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ എടുത്തു. പിന്നെ മുട്ടയൊക്കെ പൊളിച്ചു മാറ്റി വെച്ചു. ചപ്പാത്തിയുടെ മാവ് നമ്മൾ ഇന്നലെ കുഴച്ചത് ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ പരത്തി ഉണ്ടാക്കിയാൽ മതി. ആദ്യം മുട്ട അങ്ങ് കറി വെക്കാം. അയ്യോ വേണ്ടോ, ചപ്പാത്തി മാവ് ഇന്നലെ വെച്ചതാണ്. അങ്ങനെ നമ്മുടെ ചപ്പാത്തിയും മുട്ടക്കറിയൊക്കെ റെഡിയായി കേട്ടോ. പിന്നീട് കുളിയൊക്കെ കഴിഞ്ഞ് ഒരുങ്ങി നേരെ ഞങ്ങൾ അമ്പലത്തിലോട്ട് പോയി. അമ്പലത്തിൽ കയറി തൊഴുതിട്ടൊക്കെ ഇറങ്ങി. അപ്പോൾ നമുക്ക് പ്രസാദമൊക്കെ കിട്ടിയായിരുന്നു കേട്ടോ. അവല് വിളയിച്ചതാണ് ഇവിടുത്തെ പ്രസാദം, നമ്മുടെ അയ്യപ്പൻ അമ്പലത്തിലെ പ്രസാദം. അപ്പോൾ കുറച്ച് നേരം അങ്ങനെ അമ്പലത്തിൽ നിന്ന് ഞങ്ങൾ പ്രസാദമൊക്കെ കഴിച്ചിട്ട് കുറച്ച് നേരം അവിടെ നിന്ന്. അത് കഴിഞ്ഞ് ശേഷം നമ്മൾ നേരെ ബാൽക്ക അമ്പലത്തിലെത്തി. അത് കൃഷ്ണൻ്റെ അമ്പലമാണ്. അവിടെയും വന്ന് നമ്മൾ കുറച്ച് നേരം തൊഴുതിട്ടൊക്കെ ഇറങ്ങി കുറച്ച് നേരം ഇങ്ങനെ കുളത്തിലൊക്കെ നോക്കി. അതിനകത്തൊക്കെ ആമയൊക്കെ ഉണ്ട് കേട്ടോ, ഇഷ്ടം പോലെ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ നോക്കി കുറച്ച് നേരം അവിടെയൊക്കെ നിന്നു. അതിന് ശേഷം നമ്മൾ നേരെ വീട്ടിലെത്തി കേട്ടോ. വീട്ടിലെത്തിയപ്പോൾ ഒരു കേക്കൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ കുഞ്ഞ് ദേവൂട്ടൻ്റെ ബർത്ത്ഡേ ആയിരുന്നു, 30-ാം തീയതി. അന്ന് ഞങ്ങൾ കേക്കൊന്നും കട്ട് ചെയ്തില്ലായിരുന്നു കേട്ടോ. അന്ന് ജസ്റ്റ് ഒന്ന് അമ്പലത്തിൽ പോയത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം അത് കാരണം ഞങ്ങളുടെ മൂത്ത മോൻ, അതായത് വസു, അവൻ പുറത്ത് പോയിരിക്കുമായിരുന്നു. അവന് ഒരു ടൂറിലായിരുന്നു. അപ്പോൾ അത് കാരണം അവനില്ലാത്തതുകൊണ്ട് ഞങ്ങൾ കേക്കൊന്നും വാങ്ങിയില്ല. അപ്പോൾ ഞങ്ങൾ ഓർത്ത് ന്യൂ ഇയറും കുഞ്ഞിൻ്റെ ബർത്ത്ഡേ ഒക്കെ അങ്ങായിട്ട് ഒരു കേക്ക് മുറിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കേക്കൊക്കെ വാങ്ങിക്കൊണ്ട് വന്നു, കേക്കൊക്കെ മുറിച്ച് കേട്ടോ. കുഞ്ഞ് ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ. അവൻ കഴിഞ്ഞ വർഷമൊന്നും അവൻ അങ്ങനെ ഒരു കേക്ക് മുറിക്കുമ്പോഴൊന്നും അങ്ങനെയില്ല, മാറി കേക്ക് മുറിക്കാനൊക്കെ മടിയായിരുന്നു. പക്ഷേ ഈ പ്രാവശ്യം പുള്ളി നല്ല ഇൻട്രസ്റ്റോടെ നിൽക്കുക കേട്ടോ. എല്ലാം പെറുക്കി എടുത്തു, അങ്ങനെ നിന്നു. അങ്ങനെ കേക്ക് മുറിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ കഴിക്കാനായിട്ടിരുന്നു, ചപ്പാത്തിയൊക്കെ കഴിക്കാനായിട്ടിരുന്നു. അപ്പോൾ ഫോൺ വന്ന് ഞങ്ങൾ ഫോണിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ന്യൂ ഇയറൊക്കെ അല്ലേ, നാട്ടിൽ നിന്നൊക്കെ നമുക്കങ്ങനെ വിളിക്കാനൊന്നും പ്രത്യേകിച്ച് ആരും ഇല്ല, എന്നാലും കുറച്ച് പേരൊക്കെ ഉണ്ട്. അവരൊക്കെ ഇങ്ങനെ വിളിക്കുകയും അങ്ങനെ സംസാരിച്ചുകൊണ്ടൊക്കെ ഞങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പം കുഞ്ഞു മോന് മുമ്പേ കൊടുത്തു കേട്ടോ. അപ്പം കേക്ക് കഴിച്ചതുകൊണ്ട് ഇപ്പോഴേ വേണ്ടാന്നും പറഞ്ഞുകൊണ്ട് മൂത്ത ആൾ കയറി കിടക്കുക. അതിന് അപ്പ വഴക്കൊക്കെ പറഞ്ഞു, വന്ന് കഴിക്കെന്നും പറഞ്ഞു വിളിച്ചു. അപ്പം നമ്മുടെ ഇന്നത്തെ ന്യൂ ഇയർ ഉച്ചയ്ക്ക് സ്പെഷ്യൽ എന്താണെന്ന് അറിയാവോ? കപ്പ. ഞാനാണെങ്കിൽ കപ്പ ബിരിയാണി ഉണ്ടാക്കാനായിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. മഞ്ഞൾപ്പൊടി ഉപ്പൊന്നും ഇട്ടിട്ടില്ല, ഒന്ന് തിളച്ചിട്ടിടാമെന്ന് ഓർത്തു. പിന്നെ ഇപ്പുറത്ത് കുക്കറിലിരുന്ന് ബീഫ് വേവുന്നുണ്ട്. കുക്കറിൻ്റെ പുറത്തുകൂടെ എല്ലാം വീണ് കേട്ടോ വെള്ളം. എന്താ
അപ്പോൾ ബീഫൊക്കെ വെന്ത് മാറ്റി വെച്ച് കേട്ടോ. എന്നിട്ട് ഞാൻ ഇപ്പുറത്തെ അടുപ്പിലോട്ട് ഒരു കുക്കറിനകത്തോട്ട് അരിയും കൂടെ അടപ്പയിലിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ എന്താ പറയുക, ചീനിച്ചട്ടി വെച്ച് നമ്മുടെ കറി ഒന്ന് സെറ്റാക്കണമല്ലോ. കപ്പ ബിരിയാണിക്കുള്ള കറി ഒന്ന് ഉള്ളിയൊക്കെ വഴട്ടിയെടുക്കാമെന്ന് വിചാരിച്ചേ. ഞാൻ അന്നേരം അങ്ങനെ കുറച്ച് ഉള്ളിയും ഇഞ്ചിയും നമ്മുടെ എന്താ മറന്നു പോകും എപ്പോഴും, വെളുത്തുള്ളി എല്ലാം കൂടെ ഒന്ന് ചതച്ചെടുത്ത് കേട്ടോ. ചതച്ച് നമ്മുടെ ഉള്ളിയിലോട്ട് ഇട്ടു. പിന്നെ കുറച്ച് കറിവേപ്പിലൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് വഴട്ടിയെടുത്ത് കേട്ടോ. ആ സമയം കൊണ്ട് നമ്മുടെ കുക്കർ ഒന്ന് ഒരു വിസിലൊക്കെ വന്ന് ഓഫ് ചെയ്ത് വെച്ച് പിന്നെ ഒന്ന് തുറന്ന് നോക്കി ചോറ് വെന്തോന്ന്. അപ്പോൾ ഒന്നും കൂടെ പിന്നെ തീയൊക്കെ കത്തിച്ച് അത് സെറ്റാക്കി. നമ്മുടെ കപ്പ വെന്ത് കേട്ടോ. കപ്പയൊക്കെ വെന്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ ഊറ്റി മാറ്റി വെച്ചു. അതിന് ശേഷം പിന്നെ പൊടിയൊക്കെ ഇട്ട് കൊടുത്തു കേട്ടോ. നമ്മുടെ ഉള്ളി വഴണ്ട് വന്നപ്പോഴത്തേക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും മസാലകളൊക്കെ ചേർത്ത്. അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല. അറിയാമല്ലോ നമ്മൾ ബിരിയാണി വെക്കാനായിട്ട്, കപ്പ ബിരിയാണി വെക്കാനായിട്ട് നമ്മൾ ബീഫിന് ചേർക്കുന്നതൊക്കെ അറിയാമല്ലോ. അതുകൊണ്ട് അതൊന്നും ഞാൻ അങ്ങനെ കാണിക്കാനായിട്ട് നിന്നില്ല. ഇതിനു മുമ്പ് ഒരിക്കൽ ഞാൻ കപ്പ ബിരിയാണി വെച്ച റെസിപ്പിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, ആ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അതാ ഇതൊന്നും പറയാതെ നിന്ന്. അങ്ങനെ നിന്നപ്പോഴാണ് എൻ്റെ ദേവൂട്ടൻ അങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പുള്ളി അവിടെ അവൻ്റെ ബേബി സോപ്പ് ഒരെണ്ണം മേടിച്ച് വെച്ചിരുന്നത് ഇങ്ങനെ പൊട്ടിച്ചൊക്കെ, എൻ്റെ കുഞ്ഞിൻ്റെ ബേബി സോപ്പാന്നൊക്കെ പറഞ്ഞ്, കുഞ്ഞായിടെയാന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വന്നിരുന്ന് വർത്താനം പറയുമായിരുന്നു. അങ്ങനെ അവനെ ഒന്ന് എടുക്കുന്നൊക്കെ പറഞ്ഞ് എടുത്തു. അതിനിടയ്ക്ക് അവനെ ഒന്ന് എടുത്ത് കളിപ്പിച്ച് കഴിഞ്ഞൊക്കെ ശേഷം അപ്പോഴത്തേക്ക് നമ്മുടെ മസാലയൊക്കെ റെഡിയായി വന്നപ്പോഴത്തേക്ക് നമ്മുടെ ബീഫൊക്കെ തട്ടിയിട്ട് കൊടുത്ത് കറിയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വറ്റി, ഒന്ന് ഒത്തിരി വറ്റാതെ ഒന്ന് അരപ്പൊക്കെ ഒന്ന് പിടിച്ച് വന്നപ്പോഴത്തേക്ക് ഞാൻ വേവിച്ച് വെച്ചിരുന്ന നമ്മുടെ കപ്പയും കൂടെ അതിനകത്തോട്ട് ഇട്ട് കൊടുത്തു കേട്ടോ. അതിനിടയ്ക്ക് ഞാൻ മല്ലിയിലയൊക്കെ എടുത്ത് നിങ്ങളെ കാണിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ കപ്പ ബിരിയാണിയൊക്കെ റെഡിയായി. കപ്പയൊക്കെ തട്ടിയിട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കിയൊക്കെ എടുത്ത് കേട്ടോ. അത്ര അങ്ങോട്ട് വെന്ത് ഇതായതൊന്നുമില്ല. കപ്പ അത്രയ്ക്കങ്ങ് വെന്ത കപ്പയൊന്നും അല്ല കേട്ടോ. ഇടയ്ക്കിടയ്ക്കൊക്കെ ഒരു അധികം വേവാത്ത കപ്പ, പലതരം കപ്പയായിരുന്നു എന്ന് തോന്നുന്നു. അങ്ങനെ നമ്മുടെ കപ്പ ബിരിയാണിയൊക്കെ റെഡിയായി. അതിൻ്റെ മുകളിലോട്ട് ഞാൻ കുറച്ച് മല്ലിയിലയൊക്കെ അരിഞ്ഞിട്ട് കൊടുത്ത്, കുറച്ചല്ല അറഞ്ഞം പുറഞ്ഞം അങ്ങ് അരിഞ്ഞിട്ട് കേട്ടോ. കൂടിപ്പോയോ എന്ന് എനിക്കൊരു സംശയം. എന്നിട്ടും ഒരു സവോള എടുത്ത് ചെറുതായിട്ട് അരിഞ്ഞ് അതും കൂടെ മുകളിലിട്ട്, പിന്നെ ഒരു അരമുറി നാരങ്ങാ നീരും കൂടെ ഒഴിച്ച് കൊടുത്തു കേട്ടോ. നാരങ്ങാ നീര് മൊത്തം ഒഴിച്ചിട്ട് മണ്ടയ്ക്ക് ഇങ്ങനെ ഒരു ഇതിന് വേണ്ടി ഒഴിച്ചു. കാരണം പിന്നെ ആവശ്യത്തിന് വേണമെങ്കിൽ കഴിക്കുമ്പോൾ ഒഴിച്ച് കഴിക്കാമല്ലോ. അങ്ങനെ ഞങ്ങൾ ഉച്ചയ്ക്കുള്ള കഴിപ്പൊക്കെ കഴിഞ്ഞിട്ട് നേരെ പിന്നെ ഞാൻ രാവിലെ കുറച്ച് മാവ് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഉണ്ണിയപ്പം ഉണ്ടാക്കാനായിട്ട് കേട്ടോ. അപ്പോൾ വൈകുന്നേരം ഉണ്ണിയപ്പം ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ വന്നു. പിന്നെ ഞാൻ എണ്ണയ്ക്കകത്തോട്ട് നമ്മുടെ തേങ്ങയൊക്കെ ചെറിയ പീസാക്കി ഒന്ന് വറുത്തെടുത്ത് മാവിലോട്ടിട്ട് കൊടുത്ത് ഉണ്ണിയപ്പച്ചട്ടിയൊക്കെ വെച്ച് ഇപ്പുറത്ത് വേറൊരു ചീനിച്ചട്ടിയും വെച്ചിട്ടുണ്ട് കേട്ടോ. കാരണം എന്താണെന്നറിയോ, നമ്മുടെ ഉണ്ണിയപ്പത്തിൻ്റെ മാവ് ആ ഉണ്ണിയപ്പ പാത്രത്തിൽ, ഉണ്ണിയപ്പക്കാരയെന്നല്ലേ പറയുക, അതിനകത്ത് ഒഴിച്ച് കൊടുത്ത് ഒന്ന് സെറ്റായി വരുമ്പോഴത്തേക്ക് ഒന്ന് തിരിച്ചിട്ട് കഴിയുമ്പോഴത്തേക്ക് പിന്നെ ഞാൻ ഈ ചീനിച്ചട്ടിയിലോട്ട് പെറുക്കിയിടാമെന്ന് വിചാരിച്ചു. അതാകുമ്പോൾ പെട്ടെന്ന് അങ്ങ് ആവുമല്ലോ. ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. പെട്ടെന്ന് അങ്ങ് ആവുമല്ലോ എന്ന് വിചാരിച്ചു. കുറച്ച് റിസ്ക്കാണ് നമ്മളതിൽ നിന്ന് ഇങ്ങനെ എടുക്കുന്നത്. സത്യം പറഞ്ഞാൽ ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ നിൽക്കുമ്പോൾ എനിക്ക് പേടിയാണ് കേട്ടോ, എണ്ണയെ കാണാൻ തെറിച്ച് വീഴുമെന്ന്. അങ്ങനെ ഉണ്ണിയപ്പം ഒക്കെ റെഡിയായി. അപ്പം നമ്മുടെ ന്യൂ ഇയർ സ്പെഷ്യൽ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ കപ്പ ബിരിയാണിയും ഉണ്ണിയപ്പം ഒക്കെ ആയിരുന്നു. വലിയ കാര്യമായിട്ടൊന്നും ഇല്ലായിരുന്നു കേട്ടോ. നമ്മളിന്ന് പുറത്തൊന്നും പോയതൊന്നുമില്ല, എല്ലാം ഇന്ന് വീട്ടിൽ തന്നെയായിരുന്നു. അപ്പം അത്രയൊക്കെ ഉള്ളൂ വിശേഷം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാവേ. ടാറ്റ.